നമസ്കാരം. നമ്മൾ നേരത്തെ രണ്ട് വീഡിയോസിൽ നിവാബൂപ്പ റിയഷ്യൂർ 3.0യും നിവാബൂപ്പ റിയഷ്യൂർ 2.0യും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് വീഡിയോ നിവാബൂപ്പയുടെ തന്നെ ആസ്പയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല പോളിസി തന്നെയാണ് നിവാബൂപ്പയുടെ ആസ്പയർ. നമുക്ക് ആദ്യമേ ഈ പ്രോഡക്റ്റിൻ്റെ വേരിയൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിവാബൂപ്പ റിയഷ്യൂർ 3.0യും നിവാബൂപ്പ റിയഷ്യൂർ 2.0യും 4 വേരിയൻറ്റുകളിലായിരുന്നു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിവാബൂപ്പ ആസ്പയറും 4 വേരിയൻറ്റുകളിലാണ് വരുന്നത്. ഈ വേരിയൻറ്റുകളുടെ പേര് നിവാബൂപ്പ റിയഷ്യൂർ 2.0യിലെ അതേ പേരുകൾ തന്നെയാണ്. ഗോൾഡ് പ്ലസ്, ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ടൈറ്റാനിയം പ്ലസ്. പ്രോഡക്റ്റ് റിവ്യൂവിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻബിൽട്ട് ആയിട്ട്, അതായത് ഈ പ്രോഡക്റ്റിൽ ഉൾപ്പെടുന്ന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യമേ റൂം റെന്റ് ലിമിറ്റ്. നിവാബൂപ്പ ആസ്പയറിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഏത് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ എനി റൂം കാറ്റഗറിയാണ് കമ്പനി നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് റൂം അല്ലെങ്കിൽ ഇന്ന ഒരു പർട്ടിക്കുലർ റൂമേ എടുക്കാവൂ എന്നൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. ഏത് റൂം വേണമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നിവാബൂപ്പയുടെ മറ്റു 2 പ്രോഡക്റ്റുകൾ പോലെ തന്നെ ഇവിടെ ഫാർമസി ചാർജസ്, ICU, CCU ചാർജസ്, ഓപ്പറേഷൻ തിയേറ്റർ കോസ്റ്റ്, അതുപോലെ തന്നെ കീമോതെറാപ്പിയുടെ ചാർജസ്, ഡയാലിസിസിൻ്റെ ചാർജസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നതാണ്. എയർ ആംബുലൻസിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. അപ് ടു സം ഇൻഷുർഡ് ആണ് ഒരു ഹോസ്പിറ്റലൈസേഷന് കമ്പനി നൽകുന്ന തുക. നിങ്ങളുടെ സം ഇൻഷുർഡ് എത്രയാണോ അതാണ് മാക്സിമം എമൗണ്ട് കമ്പനി തരുന്നത്. എയർ ആംബുലൻസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഒരു ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. അത് എമർജൻസി ആണെങ്കിൽ മാത്രമേ കമ്പനി അപ്രൂവ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. റോഡ് ആംബുലൻസും ഇതുപോലെ തന്നെയാണ് ഈ പ്രോഡക്റ്റിൽ കവർ ചെയ്യുന്നത്. അപ് ടു സം ഇൻഷുർഡ്, നിങ്ങളുടെ സം ഇൻഷുർഡ് എത്രയാണോ ആ എമൗണ്ട് വരെയാണ് പെർ ഹോസ്പിറ്റലൈസേഷന് റോഡ് ആംബുലൻസിൻ്റെ വകയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മോഡേൺ ട്രീറ്റ്മെൻ്റ് ആണ് അടുത്തത് നോക്കുന്നത്. മോഡേൺ ട്രീറ്റ്മെൻ്റ് എല്ലാം ഇതിൽ സം ഇൻഷുർഡ് വരെ കവേർഡ് ആണ്. മോഡേൺ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം, റോബോട്ടിക് സർജറി എല്ലാം വളരെ കോമൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിവാബൂപ്പ റിയഷ്യൂർ 2.0യിലും 3.0യിലും അതുപോലെ തന്നെ ഇപ്പോൾ ആസ്പയറിലും ഈ ഒരു ഫെസിലിറ്റി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും 60, 180 എന്ന് തന്നെയാണ്. മറ്റു 2 പ്രോഡക്റ്റിലും ഇതുപോലെ തന്നെയായിരുന്നു. പ്രീ ഹോസ്പിറ്റലൈസേഷൻ നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ചെലവുകൾ, ഡോക്ടറെ കാണുന്നതിന്, അതുപോലെ ഫാർമസി കൺസൾട്ടേഷൻ ചാർജസ്, ഇതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ. അത് 60 ഡേയ്സ് വരെ കവർ ചെയ്യുന്നു. നിങ്ങൾ അഡ്മിറ്റ് ആവുന്നതിന് 2 മാസം മുമ്പ് വരെയുള്ളത് കവർ ചെയ്യുന്നു. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ കഴിഞ്ഞ് ഡിസ്ചാർജായി കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന കൺസൾട്ടേഷൻ ചാർജസ്, ഫാർമസി കോസ്റ്റ്, ഇതെല്ലാം 180 ഡേയ്സ് വരെയും കവർ ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ക്യാഷ്ലെസ് അല്ല, റീഇംബേഴ്സ്മെൻറ്റ് രീതിയിലാണ് കമ്പനി നമുക്ക് നൽകുന്നത്. നമ്മൾ ആദ്യമേ പണം മുടക്കണം. ഇതിൻ്റെ ബില്ലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് മെത്തേഡായിട്ടാണ് ഈ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെയും തുക നമുക്ക് ലഭിക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഫീച്ചറും നിവാബൂപ്പ റിയഷ്യൂർ 2.0യും 3.0യും കൊടുക്കുന്നത് പോലെ തന്നെയാണ് ആസ്പയറിലും നൽകിയിരിക്കുന്നത്. പോളിസി ഹോൾഡർ ഓർഗൻ സ്വീകരിക്കുകയാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ സർജറിയുടെ കോസ്റ്റ് കൂടി കമ്പനി വഹിക്കും. അതുപോലെ പോളിസി ഹോൾഡർ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സർജറിക്കുള്ള കോസ്റ്റും കമ്പനി മുഴുവനായി വഹിക്കുന്നതാണ്. പക്ഷേ ഓർഗൻ്റെ കോസ്റ്റ് കമ്പനി വഹിക്കുന്നില്ല. അതുപോലെ ഡോക്ടറിൻ്റെ പെർമിഷനോട് കൂടി മാത്രം അനുവദിക്കുന്ന വീട്ടിലുള്ള ചികിത്സ, അതായത് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ് ഈ പോളിസിയിൽ മറ്റ് 2 പോളിസികളെയും പോലെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ആനുവൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് ഈ ഒരു പോളിസിയിൽ വരുന്നുണ്ട്. 10,000 രൂപയാണ് മാക്സിമം സ്പെൻഡ് ചെയ്യാവുന്ന എമൗണ്ട്. കമ്പനി ഒരു ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് നമുക്ക് തരും. ആ ലിസ്റ്റിലുള്ള ടെസ്റ്റുകൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, മാക്സിമം തുക 10,000 ആണ്. ഈ ഒരു തുകയ്ക്കകത്ത് നമുക്ക് ഏത് ടെസ്റ്റുകൾ വേണമെങ്കിലും ചെയ്യാം. ഒരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിൽ 1 മാത്രമാണ് ഉള്ളത്. അടുത്ത ഒരു ഫെസിലിറ്റിയാണ് റിയഷ്യൂർ ഫോർ എവർ, അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ സം ഇൻഷുർഡ് 10 ലക്ഷമാണെന്ന് കരുതുക. 10 ലക്ഷമാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ക്ലെയിം കഴിയുമ്പോൾ 10 ലക്ഷം വീണ്ടും ആഡ് ഓൺ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ക്ലെയിം കഴിയുമ്പോഴും 10 ലക്ഷം വെച്ച് വീണ്ടും ആഡ് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. ഇത് അൺലിമിറ്റഡ് ടൈംസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു റീസ്റ്റോറേഷൻ എന്ന് തന്നെ ഇതിന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നിവാബൂപ്പയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ലോക്ക് ദ ക്ലോക്ക്. ഈ ലോക്ക് ദ ക്ലോക്ക് മറ്റ് 2 പ്രോഡക്റ്റിലും ഉണ്ടായിരുന്നു. ലോക്ക് ദ ക്ലോക്ക് ഇവിടെയും കമ്പനി ഇൻബിൽട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ 2 വേരിയൻറ്റുകളിൽ മാത്രമാണ് നൽകുന്നത്. ഡയമണ്ട് പ്ലസിലും പ്ലാറ്റിനം പ്ലസിലുമാണ് ഇത് കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
നമ്മൾ എൻട്രി ആകുന്ന സമയത്ത്, നമ്മൾ പോളിസിയിൽ എൻട്രി ആകുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ പ്രീമിയം എത്രയാണോ ആ പ്രീമിയം തന്നെ നമ്മൾ തുടർന്ന് അടച്ചാലും മതി. എപ്പോൾ വരെ? ഫസ്റ്റ് ക്ലെയിം വരെ. ആദ്യത്തെ ക്ലെയിം നമുക്കിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രീമിയം ഓരോ വർഷവും ഇൻക്രീസ് ആവുന്നില്ല. സെയിം പ്രീമിയം തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലെയിം ഉണ്ടാകുന്നത് വരെ അടച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ലോക്ക് ദ ക്ലോക്ക്. നമുക്കറിയാം 5 വർഷമാണ് ഒരു ഏജ് സ്ലാബ്. ഈ ഏജ് സ്ലാബ് മാറുമ്പോഴും അതല്ലെങ്കിൽ ഓരോ റിന്യൂവൽ ആകുമ്പോഴും ചെറിയ ഒരു എമൗണ്ട് പ്രീമിയത്തിൽ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി വഴി അങ്ങനെ എമൗണ്ട് കൂടത്തില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്ലെയിം വരെയാണ് ലോക്ക് ദ ക്ലോക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അടുത്ത ഒരു ബെനഫിറ്റാണ് മിറക്കിൾ. ഇത് നിവാബൂപ്പ റിയഷ്യൂർ 2.0 3.0 നമുക്ക് കാണാൻ സാധിക്കില്ല. ആസ്പെയറിലുള്ളതാണ് മിറാക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ. ഇത് മറ്റേണിറ്റി ആൻഡ് ഡെലിവറി ആയി ബന്ധപ്പെട്ട ഒരു ഫീച്ചറാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വരുന്നുണ്ട്, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ വരുന്നത് ഡെലിവറി നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അതിൻ്റെ ചിലവുകൾ, പിന്നെ കുട്ടിയെ ദത്തെടുക്കാനുള്ള ചിലവ്, ഇങ്ങനെ പല പല ഫീച്ചേഴ്സും ഈ ഒരു മിറാക്കിൾ എന്ന് പറയുന്ന ബെനിഫിറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ മിറാക്കിളിൽ ഓരോ സം ഇൻഷുർഡിനും ഓരോ തുകയാണ് ക്ലെയിമായിട്ട് നൽകുന്നത്. നമ്മുടെ സം ഇൻഷുർഡ് എത്രയാണോ അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജാണ് ക്ലെയിമിൽ നൽകുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആദ്യത്തെ വേരിയൻ്റായ ഗോൾഡ് പ്ലസിൽ 48 മാസവും രണ്ടാമത്തെ വേരിയൻ്റായ ഡയമണ്ടിൽ പ്ലസിൽ 24 മാസവും മൂന്നാമത്തെയും നാലാമത്തെയും വേരിയൻറ്റുകളായ പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ് എന്നിവയിൽ 9 മാസവുമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അടുത്ത ഒരു ഫീച്ചറാണ് ലോക്ക് ദ ക്ലോക്ക് പ്ലസ്. നമ്മൾ ലോക്ക് ദ ക്ലോക്ക് എന്താണെന്ന് പറഞ്ഞു, ഇവിടെ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്നാണ് ഈ ബെനിഫിറ്റിൻ്റെ പേര്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ലോക്ക് ദ ക്ലോക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമ്മൾ എൻ്റർ ആകുന്ന സമയത്തെ പ്രീമിയം തന്നെ തുടർന്ന് അടച്ചാൽ മതി ഫസ്റ്റ് ക്ലെയിം വരെ എന്ന്. പക്ഷേ ആ ഫസ്റ്റ് ക്ലെയിം എന്നുള്ളത് നമ്മളുടെ മിറാക്കിൾ ബെനിഫിറ്റ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഡെലിവറിയുടെ ആ ഒരു ഫീച്ചർ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തല്ലോ, ആ ഒരു ഫീച്ചർ കൊണ്ടുണ്ടാകുന്ന ഫസ്റ്റ് ക്ലെയിം ആണെങ്കിൽ അത് നമ്മുടെ ലോക്ക് ദ ക്ലോക്കിനെ ബാധിക്കില്ല. അതൊരു ഫസ്റ്റ് ക്ലെയിമായി കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ക്ലെയിം ആണെങ്കിലാണ് അത് ഫസ്റ്റ് ക്ലെയിമായിട്ട് കമ്പനി അത് കാൽക്കുലേറ്റ് ചെയ്ത് ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി അവിടെ നമുക്ക് നഷ്ടമാകുന്നത്. പക്ഷേ നമുക്ക് ആദ്യം വരുന്ന ക്ലെയിം മിറാക്കിൾ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട, അതായത് മുമ്പേ പറഞ്ഞ ഡെലിവറി, അതുപോലെ അമ്മയാകാൻ പോകുന്നയാളുടെ വാക്സിനേഷൻ, ബ്ലഡ് ടെസ്റ്റ്, ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലെയിമാണ് നമ്മളുടെ ആദ്യത്തെ ക്ലെയിമെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല. മറ്റൊരു ക്ലെയിം വരുന്നത് വരെ നമുക്ക് ഈ ലോക്ക് ദ ക്ലോക്ക് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഈ ഒരു ഫെസിലിറ്റിയുടെ പേരാണ് ലോക്ക് ദ ക്ലോക്ക് പ്ലസ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ഫീച്ചർ ടൈറ്റാനിയം പ്ലസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഒരു ഫെസിലിറ്റിയാണ് ബൂസ്റ്റർ പ്ലസ്. ഈ ബൂസ്റ്റർ പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത സം ഇൻഷുർഡ്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ക്ലെയിംസ് ഒന്നും വന്നില്ല, നമ്മുടെ ഉപയോഗിക്കാതെ അവിടെ കിടക്കുന്ന സം ഇൻഷുർഡ് നമുക്ക് ക്യാരി ഫോർവേഡായി മാറും. അടുത്ത വർഷത്തിലേക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്യപ്പെടും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റ്, 4 വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റും നിങ്ങൾ എൻ്റർ ആകുന്ന, ഈ പോളിസിയിൽ എൻ്റർ ആകുന്ന പ്രായവുമാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. നിങ്ങളുടെ ബേസ് സം ഇൻഷുർഡിൻ്റെ 10 മടങ്ങ് വരെ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്ത് ലഭിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. 25 വയസ്സുള്ള ഒരു വ്യക്തി, 10 ലക്ഷമാണ് സം ഇൻഷുർഡ്, വേരിയൻറ്റ് ടൈറ്റാനിയം പ്ലസ് ആണ് ടോപ്പ് വേരിയൻറ്റ്. അദ്ദേഹത്തിന് ക്ലെയിം ഒന്നും വന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ബൂസ്റ്റർ പ്ലസ് ഫെസിലിറ്റി വെച്ചിട്ട് 10 ലക്ഷം വെച്ച് വീണ്ടും വീണ്ടും ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് 1,10,00,000 രൂപയായിരിക്കും ടോട്ടൽ കിട്ടുന്ന ബെനിഫിറ്റ്. അതിൽ 10 ലക്ഷം ബേസ് സം ഇൻഷുർഡും 1 കോടി എന്ന് പറയുന്നത് ഈ ബൂസ്റ്റർ ആഡ് ചെയ്ത് വന്നേക്കുന്ന തുകയുമാണ്. 10 ലക്ഷം സം ഇൻഷുർഡ് ആയതുകൊണ്ട് 10 ലക്ഷം വെച്ച് തന്നെ വീണ്ടും 10 തവണ ആഡ് ഓൺ ചെയ്യപ്പെടും. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ടൈറ്റാനിയം പ്ലസിൻ്റെ വേരിയൻ്റാണ്. പക്ഷേ ഇത് ഓരോ വേരിയൻ്റ് അനുസരിച്ചും നിങ്ങളുടെ ഏജ് അനുസരിച്ചും തുക വ്യത്യാസപ്പെടും. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 25 വയസ്സുള്ള വ്യക്തി 10 ലക്ഷം രൂപ സം ഇൻഷുർഡ്, വേരിയൻ്റ് ടൈറ്റാനിയം പ്ലസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഈ തുകയും മാറും. അതുപോലെ
നേരത്തെ 2 പ്രോഡക്റ്റിലുണ്ടായിരുന്നത് പോലെ നിവാബൂപ്പയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്ത് ഡെയിലി 1000 സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിന്യൂവൽ ആകുമ്പോഴത്തേക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ഈ ഒരു ആസ്പെയർ എന്ന് പറയുന്ന പോളിസിയിലും ഉണ്ട്. ആദ്യം തന്നെ പറഞ്ഞു റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എടുക്കുന്ന റൂം ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പേയ്മെൻറ്റ് കമ്പനി തരും. അതെങ്ങനെയാണെന്ന് നോക്കാം. 15 ലക്ഷം വരെ സം ഇൻഷുർഡ് ഉള്ള ഒരു പോളിസി ആണെങ്കിൽ ഡെയിലി 800 രൂപ വെച്ചും 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഡെയിലി 1000 രൂപ വെച്ചും 6 ദിവസം നമുക്ക് കമ്പനി നൽകും. ഈ 6 ദിവസവും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ഷെയർഡ് അക്കോമഡേഷനും ആയിരിക്കണം. നിവാബൂപ്പയുടെ മറ്റു 2 പ്രോഡക്റ്റിലും ഉണ്ടായിരുന്നത് പോലെ തന്നെ സെക്കൻഡ് ഒപ്പീനിയൻ ഫെസിലിറ്റി ഇവിടെ കമ്പനി നൽകുന്നുണ്ട്. നമുക്കൊരു സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ നിവാബൂപ്പയിലെ തന്നെ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനോട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ സാധിക്കും. പക്ഷേ വർഷത്തിൽ 1 തവണ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ കൺസൾട്ടേഷനും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. നമുക്ക് ഒരു ഡോക്ടറിനെ ഫോൺ വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയോ കണ്ട് സംസാരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഡയറക്റ്റ് പോവാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ എത്ര തവണ വേണമെങ്കിലും ഈ കൺസൾട്ടേഷൻ സാധിക്കും. പക്ഷെ മുമ്പ് പറഞ്ഞ സെക്കൻഡ് ഒപ്പീനിയൻ വർഷത്തിൽ 1 തവണയേ സാധിക്കുകയുള്ളൂ. ആയുഷ് ബെനിഫിറ്റ് ഈ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ആസ്പെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതാണ് ആയുഷിൻ്റെ ഫുൾ ഫോം. ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു പോളിസിയിൽ. അതുപോലെ ആക്സിഡൻറ്റ് മൂലമുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനും കമ്പനി കവറേജ് നൽകുന്നുണ്ട്. ആക്സിഡൻറ്റ് മൂലം തന്നെ ആയിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് എടുത്തിട്ടുള്ളവർക്ക് കമ്പനി ന്യൂ ബോൺ ചൈൽഡിന് ഡേ 1 മുതലുള്ള കവറേജ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ വാക്സിൻ, കുട്ടിയുടെ ഫസ്റ്റ് ഇയറിലെ വാക്സിനും കമ്പനി ക്ലെയിമിലൂടെ ആ എമൗണ്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നിവാബൂപ്പ ആസ്പെയർ എന്ന പ്രോഡക്റ്റിലെ റൈഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയൊരു തുക ഒരു പ്രീമിയത്തിൽ നമ്മൾ കൂടുതൽ അടച്ച് ചില അഡീഷണൽ ബെനിഫിറ്റുകൾ എടുക്കുന്നതാണ് റൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ റൈഡേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ റൈഡറാണ് ഹോസ്പിറ്റൽ ക്യാഷ്. 24 മണിക്കൂറെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ തുടർന്നുള്ള 30 ദിവസത്തേക്ക്, ആ 30 ദിവസവും നമ്മൾ അഡ്മിറ്റ് ആണെങ്കിൽ തുടർന്നുള്ള 30 ദിവസത്തേക്ക് കമ്പനി നമുക്കൊരു എമൗണ്ട് ഇങ്ങോട്ട് നൽകും. ഈ ഒരു എമൗണ്ടിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയാണ് നമ്മളുടെ സം ഇൻഷുർഡെങ്കിൽ ഡെയിലി 1000 രൂപയും, 7.5 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെയാണ് സം ഇൻഷുർഡെങ്കിൽ ഡെയിലി 2000 രൂപയും, 15 ലക്ഷത്തിന് മുകളിലാണ് നമ്മളുടെ സം ഇൻഷുർഡെങ്കിൽ ഡെയിലി 4000 രൂപയാണ് നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന റൈഡറിലൂടെ ഇങ്ങോട്ട് ലഭിക്കുന്നത്. അടുത്ത റൈഡറാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റ്. നമ്മൾ പോളിസി എടുത്തതിന് ശേഷം 365 ദിവസത്തിനുള്ളിൽ ആക്സിഡൻറ്റ് മൂലം ഡെത്ത് സംഭവിക്കുകയോ പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ പാർഷ്യൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്താൽ നമുക്കൊരു വലിയ തുക കമ്പനി നൽകുന്നതാണ്. ഇത് 1 തവണയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. സേഫ് ഗാർഡ് എന്നും സേഫ് ഗാർഡ് പ്ലസും എന്നുള്ള 2 റൈഡേഴ്സ് ഈ ഒരു പ്രോഡക്റ്റിലുമുണ്ട്. നമ്മളുടെ കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഗ്ലൗസ്, മാസ്ക്, സിറിഞ്ച്, PPE കിറ്റ്, ഇങ്ങനെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം 70% വരെ ഈ ഒരു റൈഡറിലൂടെ, സേഫ് ഗാർഡ് എന്ന റൈഡറിലൂടെ കവർ ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളുടെ ഒരു വർഷത്തെ ക്ലെയിം 50,000-ൽ താഴെയാണെങ്കിൽ നമ്മൾ നോ ക്ലെയിം ബോണസിന് എലിജിബിൾ ആണ്. നോ ക്ലെയിം ബോണസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്. പക്ഷേ 50,000-ൽ താഴെയാണ് നമ്മൾ ക്ലെയിം ചെയ്ത എമൗണ്ടെങ്കിൽ നോ ക്ലെയിം ബോണസിനെ ഈ ഒരു ക്ലെയിം ബാധിക്കില്ല, നമുക്കത് അവൈലബിൾ ആക്കുന്നതാണ്. സേഫ് ഗാർഡ് പ്ലസ്സിൽ 99.9% കൺസ്യൂമബിൾസും കവറാവുന്നതാണ്. ഇവിടെ നമ്മുടെ വർഷത്തിലെ ക്ലെയിമിൻ്റെ തുക 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നോ ക്ലെയിം ബോണസിനെ അത് ബാധിക്കത്തില്ല, അത് കൗണ്ട് ചെയ്യപ്പെടില്ല. നമുക്ക് നോ ക്ലെയിം ബോണസ് തന്നെ കിട്ടുകയും ചെയ്യും. അടുത്തത് കോ പേയ്മെൻറ്റ് ഇവിടെ ഒരു റൈഡറാണ്. നമുക്കറിയാം കോ പേയ്മെൻറ്റ് എന്ന റൈഡർ സാധാരണ യൂസ് ചെയ്യുന്നത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കാനാണ്. അത് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. കോ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് കോ പേയ്മെൻറ്റായി ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. എക്സാമ്പിൾ 20%. ഇതിന് ശേഷം വരുന്ന ഓരോ ഹോസ്പിറ്റൽ ബില്ലിലും നമ്മൾ എത്രയാണോ കോ പേയ്മെൻറ്റ് വെച്ചിരിക്കുന്നത് ആ പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ അടയ്ക്കണം. ബാക്കി 80% ആയിരിക്കും കമ്പനി നമുക്ക് വേണ്ടിയിട്ട് അടയ്ക്കുന്നത്. ഇത് എല്ലാ ക്ലെയിം അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽ ബിൽസിനും ബാധകമാണ്.
അതായത് ഇപ്പോൾ നമുക്ക് ഇന്നൊരു ഹോസ്പിറ്റൽ ബില്ല് വന്നു, നമ്മൾ 20% കോ പേയ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. 20% ഓഫ് ദ ഫൈനൽ ബില്ല് നമ്മൾ സെറ്റിൽ ചെയ്യണം. 80% ആയിരിക്കും കമ്പനി അടയ്ക്കുന്നത്. ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ക്ലെയിം വന്നെങ്കിലും 20% നമ്മൾ അടയ്ക്കണം, 80% കമ്പനി അടയ്ക്കും. അടുത്ത ഒരു റൈഡറാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കുന്ന ഒരു റൈഡർ. ഈ ഒരു റൈഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാൻ സാധിക്കും. 31-ാം ദിവസം മുതൽ, പോളിസി എടുത്തിട്ട് 31-ാം ദിവസം മുതൽ അതിനുള്ള കവറേജ് ലഭിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ഡയബറ്റിസ് മെലിറ്റസിനും ഹൈപ്പർ ടെൻഷനും മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി ലഭിക്കുക. നിങ്ങൾക്ക് ഡയബറ്റിസോ ഹൈപ്പർ ടെൻഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈഡർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പോളിസി എടുത്തിട്ട് 31-ാം ദിവസം മുതൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കും നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കുന്നതാണ്. അതുപോലെ റൂം ടൈപ്പ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ എനി റൂം സെലക്ഷനാണ് നമുക്ക് നിവാബൂപ്പ ആസ്പെയർ നൽകുന്നത്. നമുക്ക് ഏത് ടൈപ്പ് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫെസിലിറ്റി കുറഞ്ഞ ഒരു റൂമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ സമയത്ത് ആ ടൈപ്പ് റൂം അവൈലബിൾ അല്ലെങ്കിൽ ചെറിയൊരു കോ പേയ്മെൻറ്റിലൂടെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ വരുന്ന AC അല്ലെങ്കിൽ ഡീലക്സ് റൂമോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്ത ഒരു റൈഡറാണ് ആനുവൽ അഗ്രഗേറ്റ് ഡിഡക്റ്റബിൾ. ഇത് ഒരു തുകയാണ് നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് 10,000, 20,000, 30,000 ഏതെങ്കിലും ഒരു തുക നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഫസ്റ്റ് ഹോസ്പിറ്റൽ ബില്ലിൽ ഈ ഒരു തുക നമ്മൾ അടയ്ക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 20,000 രൂപയാണ് ആനുവൽ അഗ്രഗേറ്റ് ഡിഡക്റ്റബിളായിട്ട് ഫിക്സ് ചെയ്യുന്നത്. നമ്മളുടെ ഫസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള ഹോസ്പിറ്റൽ ബില്ലിൽ 25,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ബില്ല് വന്നതെങ്കിൽ നമ്മളുടെ എമൗണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എമൗണ്ട് 20,000 നമ്മൾ പേ ചെയ്യണം. 5,000 രൂപയാണ് കമ്പനി പേ ചെയ്യുന്നത്. ഇതും കോ പേയ്മെൻറ്റുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. കോ പേയ്മെൻറ്റ് പെർസെൻറ്റേജിലാണ്, ഇവിടെ നമ്മൾ ഒരു എമൗണ്ട് ആണ് ഫിക്സ് ചെയ്യുന്നത്. കോ പേയ്മെൻറ്റ് എല്ലാ ഹോസ്പിറ്റൽ ബിൽസിലും നമ്മൾ ആ പേഴ്സൻ്റ് അടച്ചുകൊണ്ടിരിക്കണം. ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആ തുക ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് 20,000 നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 25,000 ബില്ല് വന്നാൽ നമ്മൾ ആ 20,000 അടച്ചാൽ മതി. 5,000 കമ്പനി അടയ്ക്കും. തുടർന്ന് വരുന്ന ഓരോ ഹോസ്പിറ്റൽ ബില്ലിനും കമ്പനി ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നതാണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈഡറാണ് ഫ്യൂച്ചർ റെഡി എന്നാണ് പേര്. ഇത് നമുക്ക് നിവാബൂപ്പ റിയഷ്യൂർ 2.0 3.0 കാണാൻ സാധിക്കുന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു പോളിസി എടുത്തു, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പൗസിനെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വെയിറ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞെങ്കിൽ സ്പൗസിനും അതേ ബെനിഫിറ്റ് തന്നെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് നോർമലായിട്ട് വരുന്ന, നമുക്കറിയാം, ഒരാൾ പോളിസിയിലേക്ക് ആഡ് ആവുകയാണെങ്കിൽ അവർക്ക് ഫ്രഷ് ആയിട്ട് വെയിറ്റിംഗ് പീരീഡുകൾ സ്റ്റാർട്ട് ചെയ്യും. സ്പെസിഫിക് ഇൽനെസ്സിന് 2 ഇയേഴ്സും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് 3 ഇയേഴ്സുമാണ് നമുക്ക് വരുന്ന വെയിറ്റിംഗ് പീരീഡുകൾ. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡുകളൊന്നും നമ്മുടെ സ്പൗസിനെ ബാധിക്കില്ല. നമ്മളുടെ വെയിറ്റിംഗ് പീരീഡുകളെല്ലാം കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് തന്നെ നേരെ കൺവേർട്ടായി സ്പൗസിനും ആപ്ലിക്കബിൾ ആണ്. ഫ്രഷ് ആയിട്ട് വീണ്ടും വെയിറ്റിംഗ് പീരീഡുകൾ വരുന്നില്ല. അടുത്ത ഒരു റൈഡർ ബോർഡർലെസ് എന്നാണ് പേര്. നമുക്കൊരു പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ ബോർഡർലെസ് എന്ന് പറയുന്ന റൈഡർ അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ ഒരു റൈഡർ എടുത്താൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കും. നമ്മുടെ റൈഡേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർക്കൊക്കെ ഈ പോളിസി എടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. 1 ദിവസം പ്രായമായ കുട്ടി മുതൽ 65 വയസ്സ് പ്രായമായ ഒരു വ്യക്തിക്ക് വരെ നിവാബൂപ്പ ആസ്പെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ്. ഇത് ഒരു ഇൻഡിവിജ്വൽ പോളിസിയായും ഫാമിലി ഫ്ലോട്ടർ പോളിസിയായും എടുക്കാം. ഒരു അഡൾട്ടിൻ്റെ എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ പ്രപ്പോസറും സ്പൗസും 4 കുട്ടികളെയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സം ഇൻഷുർഡ് എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് നിവാബൂപ്പ ആസ്പെയറിൻ്റെ സം ഇൻഷുർഡ് വരുന്നത്. ഇതിൽ 5 ലക്ഷം കഴിഞ്ഞാൽ 7.5 ലക്ഷത്തിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നിവാബൂപ്പ റിയഷ്യൂർ 2.0 5 ലക്ഷം കഴിഞ്ഞാൽ നേരെ 10 ലക്ഷമായിരുന്നു സം ഇൻഷുർഡ്. പോളിസി ടേം എന്ന് പറയുന്നത് 1 വർഷം, 2 വർഷം, 3 വർഷം എന്നിങ്ങനെയാണ്. 1 വർഷത്തെ എമൗണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് അടച്ച് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷത്തെ ഒരുമിച്ച് അടയ്ക്കാം, 3 വർഷത്തേതും ഒരുമിച്ച് അടയ്ക്കാം. 2 വർഷത്തേത് ഒരുമിച്ച് അടച്ചാൽ 2ാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 7.5% ഡിസ്കൗണ്ടും, 3 വർഷത്തെ
ഒരുമിച്ച് അടയ്ക്കുവാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തിൽ 7.5% ഡിസ്കൗണ്ടും മൂന്നാമത്തെ വർഷത്തിലെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ലഭിക്കും. പോളിസി എടുക്കുന്ന സമയത്ത് ഒരു പ്രീ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യം ഈ ഒരു പോളിസിയിൽ വരുന്നില്ല. നമ്മളുടെ ഡീറ്റെയിൽസ് അണ്ടർ റൈറ്റിംഗ് ടീം പരിശോധിച്ചതിന് ശേഷം അവർക്ക് ഒരു ഡൗട്ട് തോന്നി നമ്മളൊരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുത്താൽ മതിയാവും. അത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ലാബിൽ എടുക്കാനുള്ള സൗകര്യം കമ്പനി നൽകുന്നുണ്ട്. മറ്റേത് പോളിസി പോലെ തന്നെ ഇവിടെ നിവാബൂപ്പ ആസ്പയറിലും വെയിറ്റിംഗ് പീരീഡുകളെല്ലാം സെയിം ആണ്. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞ് 30 ദിവസം, അതുപോലെ സ്പെസിഫിക് ഇൽനെസ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷം, അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 3 വർഷവുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് നിവാബൂപ്പ ആസ്പയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ 3 പ്രോഡക്റ്റുകൾ, നിവാബൂപ്പയുടെ 3 പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിവാബൂപ്പ റിയഷ്യൂർ 3.0, നിവാബൂപ്പ റിയഷ്യൂർ 2.0, നിവാബൂപ്പ ആസ്പയർ. നിങ്ങൾ ഒരു നല്ല പ്രോഡക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിവാബൂപ്പയുടെ പ്രോഡക്ട്സ് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ മറ്റ് 2 വീഡിയോസും കിടപ്പുണ്ട്. ഒന്ന് കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ 3 വീഡിയോസും കണ്ടിട്ട് സ്റ്റിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ച് നല്ല പ്രോഡക്റ്റ് ഏതാണ് എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എലിഫൻ്റ ഇൻഷുറൻസ്.